കാവിക്കൊടിയേന്ത്യ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണർ സർക്കാർ പോരിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നു. സ്കൂളുകളിലെ പാദപൂജയെ ചൊല്ലിയാണ് ഏറ്റുമുട്ടൽ. കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയും എന്തിന് BJP നേതാക്കളുടെ പോലും കാലുകഴിപ്പിച്ച നടപടിയെ ന്യായീകരിക്കുകയാണ് ഗവർണർ. ഭാരതാംബയും ഗുരുപൂജയും ഭാരത സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന നിലപാടാണ് അദ്ദേഹത്തിൻ്റേത്. സംഘപരിവാർ ആശയങ്ങൾ വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മതനിരപേക്ഷയെ തകർക്കുമെന്നും പാദപൂജ പോലുള്ള ആചാരങ്ങൾ പിന്നെയും ഇരുണ്ട കാലത്തിലേക്ക് ചെന്നെത്തിക്കുമെന്നും സർക്കാരും ചൂണ്ടിക്കാട്ടുന്നു. RDX റാപ്പ്. പാദപൂജ വിവാദത്തിൽ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. ആലപ്പുഴ മാവേലിക്കര വിദ്യാധിരാജ് വിദ്യാപീഠം സ്കൂളിലേക്കും നൂറനാട് ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്കും 100-ലധികം DYFI പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള RSS അജണ്ടയാണ് പാദപൂജയെന്നാരോപിച്ച് സ്കൂളിന് മുന്നിൽ മനുസ്മൃതി കത്തിച്ചു. മാവേലിക്കര വിദ്യാധിരാജ് വിദ്യാപീഠം സ്കൂളിലേക്ക് AIYF, AISF സംഘടനകളും പ്രതിഷേധവുമായി എത്തി. അതിനിടെ പന്തളം അമൃത വിദ്യാലയത്തിൽ നടന്ന പാദപൂജ നടന്നതിന്റെ വിവരങ്ങളും പുറത്തുവന്നു. വർഷങ്ങളായി തുടരുന്ന ചടങ്ങാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. അതിനിടെ ഗുരുപൂർണിമ ദിവസം BJP നേതാവിന് പാദപൂജ നടത്തിയെന്ന വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പോ ബാലാവകാശ കമ്മീഷനോ ഇതുവരെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠം സ്കൂൾ പ്രിൻസിപ്പൽ R ശാന്തകുമാർ പറഞ്ഞു. മതപരമായ ചടങ്ങല്ല സ്കൂളിൽ നടന്നതെന്നാണ് ആരോപണ വിധേയനായ KK അനൂപിന്റെ നിലപാട്. RDX റാപ്പ് ന്യൂസ് മലയാളം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ചയാണ് കാൽ കഴിയിക്കൽ വിവാദം. കാസർഗോഡ് ബന്തെടുക്ക കക്കച്ചാൽ വിദ്യാനികേതനിലാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴിയിച്ചത്. ആദ്യം തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിരം ചീമേനി വിവേകാനന്ദ സ്കൂളിലും ഈ പരിപാടി നടന്നു. കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലെ ഈ പാദപൂജയും വിവാദത്തിലായി. RSS അനുഭവമുള്ള മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകളിലാണ് കുട്ടികളെ കൊണ്ട് കാൽ കഴിയിപ്പിച്ചതെന്നാണ് ആക്ഷേപം. BJP നേതാവ് അഡ്വക്കേറ്റ് KK അനൂപിൻ്റെ കാലുകൾ കുട്ടികളെ കൊണ്ട് കഴുകിച്ചു ഒരു സ്കൂളിൽ. മാനേജ്മെൻറ്റ് പ്രതി എന്ന പേരിലാണ് അവിടെ അനൂപിൻ്റെ കാൽ കഴുകി പൂജ നടത്തിയത്. വിവാദ പൂജ നടന്നത് നൂറനാട് ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ്. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിൽ 101 അധ്യാപകർ പങ്കെടുത്ത ഈ പാദപൂജ പരിപാടി നടന്നു. പന്തളം അമൃത വിദ്യാലയത്തിലും പാദപൂജ വർഷങ്ങളായുള്ള ചടങ്ങാണെന്നാണ് അവർ പിന്നീട് വിശദീകരിച്ചത്. ഹരിപ്പാട് അമൃത വിദ്യാലയത്തിലും കുട്ടികളെ കൊണ്ട് മുതിർന്നവരെ പാദപൂജ നടത്തിച്ചു. നടപടി സംഘപരിവാർ നാടിനെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിൻ്റെ തെളിവാണെന്നാണ് DYFI ആരോപിച്ചത്. കാൽ കഴിയിക്കൽ അനാചാരവും അപലപനീയവുമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ മതപരമായ ചടങ്ങ് ഒഴിവാക്കാൻ ഇതുവരെ നിർദ്ദേശങ്ങളില്ല എന്നതാണ് സാഹചര്യം. BJP നേതാവിൻ്റെ അടക്കം കാൽ കഴിയിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. സ്കൂളുകളിൽ മതചടങ്ങ് ഒഴിവാക്കാൻ മാനദണ്ഡം പുറപ്പെടുവിക്കേണ്ടി വരുമെന്ന് മന്ത്രി B ശിവൻകുട്ടി പറഞ്ഞു. കാൽ കഴുകിയത് അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അൺഎയ്ഡഡ് സ്കൂളാണെങ്കിലും ഇടപെടാൻ സർക്കാരിന് അധികാരമുണ്ടെന്നാണ് മന്ത്രി B ശിവൻകുട്ടി പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുപൂർണിമ എന്ന് വെച്ചാൽ ഹിന്ദു മതാചാര പ്രകാരം ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഗുരുപൂർണിമ. ഗുരുശിഷ്യബന്ധം അതിൻ്റെ ആഴം വരച്ചു കാട്ടുകയാണ് ഇതുവഴി. വ്യാസൻ്റെ ജന്മദിനമായി കണക്കാക്കുന്നതിനാൽ വ്യാസപൂർണിമയെന്നും ഈ ദിനം അറിയപ്പെടുന്നുണ്ട്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനത്തിലാണ് ഈ ഗുരുപൂർണിമ ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഗുരുക്കന്മാരെ ആദരിക്കാനും പൂജിക്കാനും ചടങ്ങുകൾ പ്രത്യേകമായിട്ട് നടക്കും. നേരത്തെ ഉള്ളതാണ്. അധ്യാപകർക്ക് കുങ്കുമം തൊടലും പുഷ്പാർച്ചനയും പാദപൂജയും ഉത്തരേന്ത്യൻ ചടങ്ങുകളാണ് ഈ ദിവസത്തേത്. ഹിന്ദു മാനേജ്മെൻറ്റുകൾ കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ് കൂടുതലും ഇത് ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിലാണെങ്കിലും കേരളമടക്കമുള്ള തെക്കേ ഇന്ത്യയിൽ ഗുരുപൂർണിമ ആഘോഷം പാരമ്പര്യ ചടങ്ങല്ല, അങ്ങനെ ഉണ്ടാകാറില്ല. ബുദ്ധ ജൈന മതങ്ങൾക്കിടയിലും ഗുരുപൂർണിമ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ഇന്ത്യയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾ വ്യാപകമാക്കിയത് RSS ആണ്. അവരുടെ രാഷ്ട്രീയ പദ്ധതി എന്ന നിലക്ക് 1928 കാവിക്കൊടിയെ ഗുരുവായി പരിഗണിച്ച് ആരാധിക്കാൻ ആരംഭിച്ചു. 28 സംഘടനാ പ്രവർത്തന ധനസഹായത്തിന് ഗുരുദക്ഷിണ എന്ന ആശയവും വിഭാവനം ചെയ്തത് ഏതാണ്ട് ആ കാലത്താണ്. ഭാരതമാതാവിനുള്ള ആദരം എന്ന രീതിയിലും RSSൻ്റെ ശാഖകളിൽ ചടങ്ങ് നടക്കാറുണ്ട്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ RSSും BJPയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ VCമാരുണ്ടാക്കുന്നത് ഭാരതാംബ, ഗവർണർ ഉണ്ടാക്കുന്നത് പാദപൂജ, ഇപ്പം കണ്ണൂരിലെ ഈ സദാനന്ദ മാഷയുടെ പോക്കാണെങ്കിലും ഒക്കെ RSSൻ്റെ രാഷ്ട്രീയ സംഗതികളുമായിട്ട് ചേർത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുക നമ്മൾ?
ഇതിൽ ഇത് ഭാരതീയ പാരമ്പര്യമാണ് ഗുരുവിനെ പൂജിക്കുന്നത് എന്നാണ് പറയുന്നത്. മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളതാണ് ഇവർ ഈ ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ സത്യത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ട ഒന്നല്ല ഈ മാതാപിതാ ഗുരുദൈവം എന്നുള്ളത്. അതിപ്പോൾ പഴഞ്ചൊല്ലുകൾ പലതരത്തിൽ നിലവിലുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചു കാലം പഴക്കമുള്ള ഒരു പഴഞ്ചൊല്ല് എന്നതിനപ്പുറത്തേക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ അത്തരം ഇത് വൈദിക കാലഘട്ടം മുതൽ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അങ്ങനെ പാലിച്ചു പോരേണ്ട ഒന്നാണ് എന്ന് എവിടെയും പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ സ്വാമി വിവേകാനന്ദൻ പോലും അത് പറയുന്നില്ല. മാത്രമല്ല ആത്മാഭിമാനമുള്ളവരായി വളരുക എന്നതാണ് ഇവരെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ പരിപാടിയുണ്ടല്ലോ, ഈ കാല് പിടിക്കുന്ന പരിപാടി, അത് ആരുടെ കാല് പിടിക്കുന്നതുമായിക്കോട്ടെ, അതിനെതിരെ ശക്തമായി പറഞ്ഞിട്ടുള്ളവരാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാക്കളായ പലരും. ഇപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർ ഇതിന് ശക്തമായി എതിരായിരുന്നു. അദ്ദേഹം ഇതിനോട് വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജ്യോതിറാവ് ഫൂലെ ഇതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ ഇതിനെതിരായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരൊക്കെ മാത്രം ഇതിനെതിരായി നിന്നതിന് കാരണം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളായിരുന്നു, വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമില്ലാത്തവരായിരുന്നു. ഇതിപ്പോൾ ഗവർണർ പറഞ്ഞല്ലോ ഇത് ഭാരതീയ പാരമ്പര്യമാണെന്ന്. ഏത് പാരമ്പര്യത്തിൻ്റെ കാര്യമാണ് ഗവർണർ പറയുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഗവർണറുടെ സാമുദായിക വിഭാഗം, ഈ ഗവർണർ ഈ ഒരു പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുമ്പാണ് ഗോവയിൽ ജനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഗുരു ഏർപ്പാട് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അവിടെ ഗോവയിലെ വിദ്യാഭ്യാസ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നോക്ക വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ അവർണർക്കോ ഒക്കെ വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സാഹചര്യം ഗോവയടക്കമുള്ള പ്രദേശത്ത് ഉണ്ടാകുന്നത് മറ്റ് സാഹചര്യങ്ങളെ അപേക്ഷിച്ച്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെയാണ്. കാരണം എന്താണ്, പോർച്ചുഗീസുകാർ വരുന്നു, പോർച്ചുഗീസുകാർ അവിടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഈ മതം മാറിക്കഴിഞ്ഞാലേ വിദ്യാഭ്യസിക്കാനുള്ള അവകാശം കിട്ടിയിരുന്നുള്ളൂ എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും ഗോവയിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം കിട്ടുന്നത് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അതായത് ഈ ഗവർണർ ഉദ്ദേശിക്കുന്ന ഈ ഭാരതീയ പാരമ്പര്യം എന്നതിൽ ഗവർണറുടെ സമുദായം പോലും ഉൾപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതായത് ബ്രാഹ്മണരും ക്ഷത്രിയർക്കും വൈശ്യർക്കും വരെ ഒരു കാലത്ത് സാധ്യമായിരുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ഗുരുക്കന്മാരെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുമാണ് ഗവർണർ പറയുന്നത്. ഗവർണറുടെ സമുദായത്തിനും അത് കിട്ടിയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ള വർഷം, അതായത് ടച്ച് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ടച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് എത്രയോ ചവിട്ടടി പിന്നിൽ വെച്ച് നടക്കണമായിരുന്നു. അപ്പോൾ ഒരു അധ്യാപകനെ കാല് കഴുകുക എന്ന് വെച്ചാൽ അത് എല്ലാ കുട്ടികൾക്കും വന്ന് കഴുകാൻ അവകാശമില്ലാത്തതാണ് ഭാരതീയ പാരമ്പര്യം. അതായത് ഒരാളെ ടച്ച് ചെയ്യണമെങ്കിൽ ഇന്ന ജാതിയിലെ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങോട്ട് അടുത്ത് വരാൻ പോലും, അതിൻ്റെ കാലിൽ ഇരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും ഇത് വേറെ തരത്തിലുള്ള രാഷ്ട്രീയത്തിന് പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച കാണുമ്പോൾ ആളുകൾ കാല് തൊട്ട് നമസ്കരിക്കാൻ വേണ്ടി വരുന്ന മുതിർന്ന ആളുകളുടെ, ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ കാലൊരാൾ തൊട്ട് നമസ്കരിക്കാൻ വരുന്ന ഫോട്ടോ ഇതിൻ്റെ ബദലായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടു. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാല് തൊട്ട് നമസ്കരിക്കുക എന്നുള്ളത് വെച്ചാൽ ഒരു ബഹുമാനം ഒരു തരത്തിൽ പ്രകടിപ്പിക്കുന്നത് തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെയുള്ള എന്താണ്, ഇപ്പോൾ ഒരാൾക്ക് നേരെ കാല്, ഇപ്പോൾ മോഹൻലാലിൻ്റെ കഴിഞ്ഞ മോഹൻലാലിനാണെന്ന് തോന്നുന്നു ആരോ തൊട്ട് നമസ്കരിക്കും, പെട്ടെന്ന് അദ്ദേഹം പിന്നോട്ട് മാറിയിട്ട് കാല് തൊടാൻ സമ്മതിക്കാതെ പിടിച്ച് പൊക്കുകയാണ്. അതാണ് സാധാരണ ഇതിൽ അതിന് റിഫ്ലക്സ്. അതായത് ഞാൻ നിങ്ങളെക്കാൾ താഴ്ന്നവനല്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ നമസ്കരിക്കല്ലേ എന്നാണ് ഈ ടച്ച് ചെയ്യുന്ന ആളുകൾ പറയുക. അതാണ് ശരിക്കും ഈ കാല് തൊട്ട് നമസ്കരിക്കാൻ പോകുമ്പോൾ കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നു. ഞാൻ നിങ്ങളെക്കാൾ വലിയവനല്ല എന്ന് പ്രകടിപ്പിക്കലാണ് അതിൻ്റെ ആദരണീയമായ രൂപം. ഇതെന്താണ്, ഇതവിടെ നിലത്തിരുന്നിട്ട് കാലിൽ വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഈ കുട്ടികളെ. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന്. അതായത് അതായിരുന്നു ആ സാഹചര്യം എന്നുള്ളതാണല്ലോ. ഗുരുവിൻ്റെ ഗുരു ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളും പലരും കൊണ്ടുവന്ന് അവതരിപ്പിക്കും. അത് ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ആർലേക്കർ ഉദ്ദേശിക്കുന്ന ഭാരതീയ പാരമ്പര്യം അല്ല യഥാർത്ഥ ഭാരതീയ പാരമ്പര്യം. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സ്കൂളുകളിൽ പോയിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന ഭാരതീയ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന പാരമ്പര്യം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. RSSമായി ബന്ധപ്പെട്ട സ്കൂളുകളിലേ നടക്കുന്നുള്ളൂ നമ്മൾ കാണണം. അപ്പോൾ അത് ആ നിലക്ക് തന്നെ കണ്ടാൽ മതി രാഷ്ട്രീയ പ്രശ്നമായിട്ട്. വിദ്യാഭ്യാസ അവകാശങ്ങൾ പോരാടി നേടിയ നാടാണ് കേരളം. വേദം കേൾക്കുന്ന ദളിതന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് വിധിച്ച സവർണധികാരത്തെ പോരാട്ടം കൊണ്ട് തോൽപ്പിച്ച നാട്. ഞങ്ങളെ കിടാത്തന്മാരെ പഠിപ്പാൻ സമ്മതിച്ചില്ല, ഇക്കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന അയ്യങ്കാളിയുടെ താക്കീതിൽ വിദ്യാഭ്യാസ അവകാശം അടിയുറച്ച നാട്. നാരായണ ഗുരുവും പണ്ഡിറ്റ് കറുപ്പനും തുടങ്ങിയ എത്രയോ പേരുടെ പോരാട്ടങ്ങളുടെയും ഇടപെടലുകളുടെയും ബാക്കിയാണ് നമ്മൾ അനുഭവിക്കുന്ന സാർവത്രിക വിദ്യാഭ്യാസ അവകാശങ്ങൾ. അധ്യാപകരെ ബഹുമാനിക്കണം എന്നതിനപ്പുറം കുട്ടികൾ അവരുടെ പാദം കഴുകി പൂജിക്കേണ്ടി വരുന്നത് പുരോഗമന കേരളത്തിൽ നിന്ന് ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്കാകും. സനാതന ധർമ്മം എന്ന വാദം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന അത്തരം നീക്കങ്ങളെ എതിർക്കാൻ കേരള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നാണ് RDX അഭ്യർത്ഥിക്കാനുള്ളത്.
ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.